വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് ട്രയംഫിൻ്റെ ഏറ്റവും പുതിയ T4 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞ് കാണും, നമ്മുടെ സ്പീഡ് 400 താഴെ ഇപ്പോൾ ഒരു പുതിയ മോഡലും കൂടി, ഒരു വേരിയൻറ്റും കൂടി അവൈലബിൾ ആണ്. അതാണ് നമ്മുടെ സ്പീഡ് T4 എന്ന് പറയുന്നത്. പേരിൽ തന്നെ പലരും കൺഫ്യൂഷനാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞത് ട്രയംഫ് സ്പീഡ് 400 T4 എന്നല്ല, ജസ്റ്റ് ട്രയംഫ് സ്പീഡ് T4 എന്നാണ് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചധികം മാറ്റങ്ങളുണ്ട് നമ്മുടെ സ്പീഡ് 400 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ഫസ്റ്റ് തന്നെ ഉള്ള മാറ്റം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പ്രൈസ് തന്നെയാണ്. ഏകദേശം I think 23,000 കുറവാണ് നമുക്ക് T4 പ്രൈസ് വരുന്നത്. ഓൺ റോഡ് ആവട്ടെ നമുക്ക് ഇതിന് വരുന്നത് 2,80,000 രൂപയാണ് നമുക്കിവിടെ കൊച്ചിയിൽ ഓൺ റോഡ് വരുന്നത്. സ്പീഡ് 400 ആവട്ടെ നമുക്ക് 3,10 അത്ര എന്ത് വരുന്നുണ്ട്, ഏകദേശം ഒരു 30 രൂപ വ്യത്യാസം അവിടെ ഉണ്ട്. വിഷ്വലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ സ്പീഡ് 400ഉം T4ഉം തിരിച്ചറിയാൻ പറ്റും. ഇനി ഒരു സ്റ്റോറി ഉണ്ട്. ആക്ച്വലി T4ഉം സ്പീഡ് 400ഉം ആദ്യം ഒരുമിച്ച് ലോഞ്ച് ചെയ്യാൻ ഇരുന്നേച്ചത്. പിന്നീടാണ് സ്പീഡ് 400 ഫസ്റ്റ് ലോഞ്ച് ചെയ്തു. ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം നമുക്ക് T4 കിട്ടി. T4 ആക്ച്വലി ഒരു ഇന്ത്യൻ വേരിയൻ്റ് ആണ്. നമുക്കിത് എക്സ്പോർട്ടായിട്ട് അവൈലബിൾ ആയിരിക്കില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്പീഡ് 400 ആവട്ടെ ഒരു ഗ്ലോബൽ മോഡലാണ്. പിന്നെ വണ്ടി കാണാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഈവൻ ദോ കുറച്ച് ബിറ്റ്സൊക്കെ അവിടെ ഇവിടെ എസ്തെറ്റിക്കലി ലൂസായിട്ടുണ്ടെങ്കിലും വണ്ടി ഇപ്പോഴും പ്രീമിയം ആണ്. സ്റ്റിൽ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും അപാരമാണ്. എന്താ പറയുക, ഒരു റോയൽ എൻഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് റോയൽ എൻഫീൽഡിലും മികച്ചൊരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ബേബി ട്രയംഫിനുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. അസൽ ബിൽഡ് ക്വാളിറ്റിയാണ്. വയർ മാനേജ്മെൻ്റ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഒന്ന് സിമ്പിൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഒരുപാട് വയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എത്ര നീറ്റായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തേക്കണമെന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓടിച്ചിട്ട് സംസാരിക്കാം. ഇത് ആക്ച്വലി ഒരു ഷോർട്ട് റിവ്യൂ ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് നേരത്തേക്ക് വണ്ടി അവൈലബിൾ അല്ല, വളരെ കുറച്ച് നേരം കിട്ടിയുള്ളൂ. അതിൽ തന്നെ ഒരു പകുതി മുക്കാലും ഞാനിപ്പോൾ ഓടിച്ചു, കാരണം ഒരു ഫീൽ കിട്ടാനായിട്ട്. ഓൾറെഡി കയറിയിരിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ സ്പീഡ് 400 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 2 mm സീറ്റ് കൂടുതലാണ്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണ് കൺസോളിൽ മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ വരുന്നില്ല, ആ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഐ തിങ്ക് ആ ഒരു സ്പീഡ് 400 സെയിം യൂണിറ്റാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ട്രാക്ഷൻ കൺട്രോൾ വണ്ടിക്കില്ല. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കട്ടുള്ള താഴെ ഹാൻഡിൽ ബാർ തന്നെയാണ്. സ്പീഡ് 400 നമുക്ക് അലുമിനിയം ഹാൻഡിൽ ബാർസാണ് വരുന്നത്, ഇത് നോർമൽ സ്റ്റീലാണ് വരുന്നത്. പിന്നെ സ്വിച്ച് കീസിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമില്ല, എക്സാക്ട് സെയിം ആണ്. പിന്നെ നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബ്രേക്ക് ലിവേഴ്സാണ്. ദീസ് ആർ നോട്ട് അഡ്ജസ്റ്റബിൾ. നമുക്ക് സ്പീഡ് 400 ആവട്ടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സും ബ്രേക്ക് ലിവേഴ്സും വരുന്നുണ്ട്. പിന്നെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ കേബിളാണ്. നമുക്ക് ഇതിനകത്ത് ഡ്യുവൽ ടോട്ടൽ കേബിളാണ് വരുന്നത്. നമുക്ക് സ്പീഡ് 400 ആവട്ടെ നമുക്ക് റൈഡ് ബൈ വയർ വരുന്നുണ്ട്. നമുക്ക് ബാർ ആൻഡ് മിറേഴ്സാണ് വരുന്നത്. ഇതിന് നോർമൽ ഒരു കൺവെൻഷൻ മിറേഴ്സാണ്, വിച്ച് ഈസ് ഈ ഒരു സ്ക്രൂവിൻ്റെ കളറൊക്കെ പോയി തുടങ്ങി, ബട്ട് വലിയ തിരക്കേടില്ല. ഓൾറൈറ്റ്. പിന്നെ എക്സോസ് നോട്ടൊക്കെ ഏറെക്കുറെ സിമിലറാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിന്ന് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. എക്സാക്ട് സെയിം എക്സോസ് നോട്ടാണ്. ഫാൻ ഓൾറെഡി ഓണായി. ഞാൻ പറഞ്ഞില്ല, വണ്ടി ഞാൻ കുറച്ച് ഓടിച്ചായിരുന്നു. നമുക്കിനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. വണ്ടിയുടെ എൻജിനെ പറ്റി തന്നെ പറയണം. വണ്ടി സെയിം ആ ഒരു എൻജിൻ തന്നെയാണ്, 398cc ലിക്വിഡ് കൂൾഡ് എൻജിൻ തന്നെയാണ്. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഔട്ട്പുട്ടിൽ ചെറിയൊരു കുറവുണ്ട്, ചെറുതല്ല നല്ല കുറവുണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് 30 bhp ആണ്, ആസ് അപ്പോസ് ടു 39 ഇൻ ദ സ്പീഡ് 400. ഇപ്പോൾ കുറച്ചും സ്പീഡ് 400 ഓൾറെഡി എക്സ്പെരി അഫോർഡബിൾ ട്രയംഫ് ആണല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വണ്ടിയുടെ ആവശ്യമെന്ന് പലരും ചോദിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അവർ ആദ്യമേ ലോഞ്ച് ചെയ്തെന്ന് വെച്ചാണ്. അതായത് ഇതൊരു ഇന്ത്യൻ വേരിയൻറ്റും സ്പീഡ് 400 എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയൻ്റ് ആയിട്ടായിരുന്നു അവർ ആദ്യം പ്ലാൻ ചെയ്തത്. അവരത് പിന്നീട് മാറ്റിയാണ്. എന്തിന് ഈ അടുത്ത ലോഞ്ച് പോലും അവർ ആദ്യം പ്ലാൻ ചെയ്തത് ട്രക്സ്റ്റൺ എന്ന് പറഞ്ഞ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു. അതും ഇപ്പോൾ ഡിലേ ആയിട്ടുണ്ട്. ഇപ്പം ദോ സെയിം എഞ്ചിൻ ആണെങ്കിലും പവർ ഔട്ട്പുട്ടിൽ കുറവുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് 400 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് വരുന്നത് ഒരു 31% റാങ്കാണ്. അപ്പോൾ ബെറ്റർ ലോ ആൻഡ് ടോർക്ക് കിട്ടും. നിങ്ങൾ ടോർക്ക് ഫിഗേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പീഡ് 400-നേലും 1000 RPM മുന്നെയാണ് ഇതിൻ്റെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഒരു 90% ടോർക്കൊക്കെ നമുക്കൊരു 3000 RPM ബിലേ കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. വളരെ ടോർക്കി ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. അതായത് നമുക്ക് സ്പീഡ് 400 ഒരു 100 km/h ക്രൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൽ നമുക്ക് 110 പോകാം. അതാണ് ഡിസ്പൈറ്റ് എന്താ പറയുക, ഒരു 9 bhp പവർ കുറവുണ്ടെങ്കിലും ആ ടോർക്കിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ, ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ, അതും ഏർലി RPM കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി റിലേറ്റീവ്ലി ഹയർ സ്പീഡിൽ നമുക്ക് ഈ വണ്ടി ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ 5th ഗിയറിൽ ആണ് ക്രൂസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഇതാണ് ഈ വണ്ടിയുടെ പർപ്പസ് എന്ന് പറയുന്നത്. പലരും സ്പീഡ് 400 ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്കും വണ്ടി ഒരുപാട് ഫാസ്റ്റായി പോയി, കുറേ കൂടി 390 വൈബായി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ആ ഒരു ട്രയംഫ് വൈബ് കിട്ടാനായിട്ട് എന്താ പറയുക, ലോ ആൻഡ് ടോർക്ക്, ആ ഒരു നൊസ്റ്റാൾജിക് ട്രയംഫാണ്. അവർ ആ ഒരു ബോൺ വെല്ല വൈബൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ സ്റ്റിൽ വണ്ടി പവർഫുള്ളാണ്. പിന്നെ വേറെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഒരു ലോ ആൻഡ് ടോർക്ക് വണ്ടിയിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമുണ്ട്, അതായത് വണ്ടിയുടെ ഫ്ലിക്കബിലിറ്റി. നമ്മളൊരിക്കലും റോയൽ എൻഫീൽഡ് എടുത്തിട്ട് നമ്മളൊരിക്കലും ഒരു 390 പോലെ ഫ്ലിക്ക് ചെയ്യുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അതൊരു ഹെവിയർ വണ്ടി ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു ലോ ആൻഡ് ടോർക്ക് മെഷീനാണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ അസലാണ്. ജസ്റ്റ് ഒന്ന് ആഞ്ഞു കൊടുത്താൽ കണ്ടോ, വണ്ടി അങ്ങാടി പൊക്കോളും. ഇറ്റ് ഈസ് സോ നിമ്പിൾ, ഭയങ്കര ഫ്ലിക്കബിൾ ആണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്കും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ റേക്കൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ വരുന്നത് ഒരു 43 mm ടെലസ്കോപ്പിക് ഫോർക്കാണ്, ആസ് അപ്പോസ് ടു ദി 43 mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് 400 വരുന്നത്. അപ്പോൾ USB ഫോർക്ക് ഡിച്ച് ചെയ്തു, പകരം ടെലസ്കോപ്പിക് ഫോർക്ക് കൊണ്ടുവന്നു. കുറച്ചും കൂടി സോഫ്റ്റ് സെറ്റിങ്സ് എന്ന് പറയാം കമ്പയർഡ് ടു USB ഫോർക്ക്. എന്നാൽ അത്രയ്ക്ക് സോഫ്റ്റ് ഒന്നുമല്ല, പക്കാ സോഫ്റ്റ് ഒന്നുമല്ല. ട്രാവൽ ഏറെക്കുറെ സ്പീഡ് 400 സെയിം ആണെങ്കിലും ഇത് കുറച്ചും കൂടി ബോട്ടം ഔട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അതായത് നമ്മളൊരു ഹമ്പ് ചാടി പെട്ടെന്ന് വീണ്ടും ഒരു ഹാൻഡ് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഇത് ബോട്ടം ഔട്ട് ചെയ്യുന്ന ഒരു ഫീല് വരുന്നുണ്ട്. ടിപ്പിക്കലി പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ റോഡ്സിന് ടെലസ്കോപ്പിക് ഫോർക്ക് മതി, USB വേണ്ട. അത് ക്ലീശയാണ്. പക്ഷേ ഞാൻ ഈ വണ്ടിയിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഈ ഒരു ഫോർക്ക് തന്നെ ധാരാളം നല്ല അസലായിട്ട് ഈ നമ്മുടെ റോഡ്സൊക്കെ ബംസും കാര്യങ്ങളൊക്കെ അബ്സോർവ് ചെയ്ത് പോകുന്നുണ്ട്. ഓ മാൻ, സീ ദാറ്റ് ടോർക്ക് മാൻ. നിങ്ങളിപ്പോൾ കണ്ടത് ആ 3rd ഗിയർ എന്നുള്ള പുള്ളാണ് കേട്ടോ. ഗിയർ ഫൗണ്ടർ ആവട്ടെ ഒരു മിഡ് റേഞ്ചും ടോപ്പിൻ്റെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ലോ എൻഡിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ ഒരു വണ്ടിയുടെ പവറൊക്കെ ഇരിക്കുന്നത്. ടയർ സൈസാണ് ഇതിൽ. ടയർ വരുന്നത് ഫ്രണ്ടിൽ 110 സെക്ഷൻ ടയർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ MRFിൻ്റെ ടയർസാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലാവട്ടെ 150 140 ആയിട്ടുണ്ട്. 140 സെക്ഷൻ ടയർ ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അതാണ് നേരത്തെ ആ ഫോമിൻ്റെ പുതിയ ഫോമും ആ ഒരു ബാക്കിലത്തെ ടയർ പ്രൊഫൈൽ മാറിയോടുകൂടി ആണ് ആ ഒരു സീറ്റ് ഹൈറ്റ് കൂടിയത്. അത് കൂടാണ്ട് തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടിയിട്ടുണ്ട്. 167 170 ഗ്രൗണ്ട് ക്ലിയറൻസും കൂടിയിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡൻസ് ഓഫ് ടോർക്ക് തന്നെയാണ് കേട്ടോ. സി ആ ഉള്ള ഗിയറിൽ തന്നെ ഇതിങ്ങനെ പോകാൻ പറ്റും. ഓ ബ്രേക്കിങ് പോരാ, ബ്രേക്കിങ് പോരാ. ഓ മേ. പിന്നത്തെ ഒരു ചേഞ്ച് നിങ്ങളിപ്പോൾ കണ്ടു കാണും, വണ്ടിക്ക് USB ഫോർക്ക് പോയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിക്ക് വരുന്നത് ഒരു ആക്സിയൽ മൗണ്ട് കാലിപ്പറാണ്, ആസ് അപ്പോസ് ടു റേഡിയൽ മൗണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു കോംപ്രമൈസ് ബ്രേക്കിങ്ങിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ കൂടി പ്രോഗ്രസീവ് ആയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഓൾറെഡി വണ്ടിയുടെ ബ്രേക്ക് പാഡിനെ പറ്റി ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം ഇതിന് ഇത്രയും വില കൊടുത്തിട്ട് വണ്ടിക്ക് ഇപ്പോൾ വരുന്നത് ഒരു ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് ആണ്. സിൻഡേഡ് കൊടുക്കായിരുന്നു. ആകെ സ്ക്രാംബ്ലറിന് മാത്രമേ നമുക്ക് സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് വരുന്നുള്ളൂ. പിന്നെ ഇവർ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പീഡ് 400 T4 ഒരുപോലെ കേട്ടോ. അവരിതിൻ്റെ ഈ ഒരു എക്സോസ് എടുത്തിട്ട് ബ്ലാക്ക് അടിച്ച് കളഞ്ഞു, മാറ്റ് ബ്ലാക്ക്. അത് വേണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. വേണമെങ്കിൽ T4 ബ്ലാക്ക് കൊടുക്കായിരുന്നു. പക്ഷേ സ്പീഡ് 400 ഇപ്പോഴും ആ ഒരു സിൽവർ ആ ക്രോം എക്സോസ് തന്നെ ആയിരുന്നു ഒരു മെന. കുറച്ചും കൂടി പ്രീമിയം ലുക്കായിരുന്നു. ഇപ്പോൾ രണ്ടിലും ബ്ലാക്ക് അടിച്ചു. അത് ഇച്ചിരി ബോറായിപ്പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക അമ്മമാരിപ്പോൾ ചെയ്ത പോലെ. ഏറെക്കുറെ ക്രൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു 60 ഗിയറിൽ 70 ആണ്. വളരെ ഈസി ആയിട്ട് കാമായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിഫൈൻമെൻറ്റ് ലെവൽസ് ആർ സോ ഗുഡ് അറ്റ് ദിസ് പോയിന്റ്. എൻജിൻ എന്താ പറയുക, ബട്ടർ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നോക്കി, സിൽക്കി സ്മൂത്ത് എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. വളരെ റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റിൽ വണ്ടി നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ഒരു മികച്ച വണ്ടി തന്നെയാണ്. നിങ്ങൾക്കൊരു ട്രയംഫ് പോലുള്ള ഒരു പ്രീമിയം ബ്രാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. അതല്ല നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിലാണ് നോക്കുന്നത്, അതായത് ഒരു 2.8 to 3.5 ഇടയിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഐ സേ യു ഷുഡ് ഗോ ഫോർ ദി സ്പീഡ് 400. അതാണ് കുറച്ചും കൂടി ബെറ്റർ ചോയ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 30,000 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അപ്സൈഡ് ഡൗൺ ഫോർക്ക്, 9 VSP, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അധികം കിട്ടുന്നുണ്ട്. സോ ഒരുപാട് നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് 400 എന്തുകൊണ്ടും ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാത്ത പക്ഷം യെസ് ഓഫ് കോഴ്സ് ദിസ് ഈസ് ഗുഡ് ചോയ്സ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ ഐ ഡോണ്ട് തിങ്ക് വേറൊരു വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വണ്ടി വളരെ ഫണ്ണാണ് കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്വിസ്റ്റീസിലൊക്കെ ഓടിക്കാനായിട്ട്. ആ ഒരു ഗിയറൊക്കെ ഡൗൺ ചെയ്തത് എക്സോസ് നോട്ടൊക്കെ ആയിട്ട് ഓടിക്കാനായിട്ട് നല്ല രസമാണ്. ഞാൻ പറഞ്ഞു എക്സോസ് നോട്ട് രണ്ടിൻ്റെ സെയിം ആണ്. ഓ സീ ദ ടോർക്ക്. ഓ മാൻ,
കണ്ടോ, ഗിയറൊന്നും ഡൗൺ ചെയ്യണ്ട ഞാൻ ഈ വളവെടുക്കുന്നത്. ഇതാണ് ഉദ്ദേശിച്ചത്, ആ ഒരു ടോർക്കിൻ്റെ അവൈലബിലിറ്റി. മാൻ, ബ്രില്യൻ, ജസ്റ്റ് ബ്രില്യൻ സ്റ്റഫ്. ആണെങ്കിൽ നമ്മുടെ വൈറ്റ്ലയിലുള്ള ശ്യാമ ഡൈനാമിക്സിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അത് കൂടാണ്ട് തന്നെ അവർക്ക് ആലുവയിലും ഡീലർഷിപ്പ് വരുന്നുണ്ട്, നമ്മുടെ കളമശ്ശേരിയെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്താണ് നമുക്ക് കൊച്ചിയിൽ നിലവിൽ ഷോറൂം ഉള്ളത്. സർവീസ് കോസ്റ്റൊക്കെ അറൗണ്ട് ഒരു 2300 ആ ഒരു ലെവലിലേക്കാണ് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്, വിച്ച് ഈസ് എന്താ പറയുക റിലേറ്റീവ്ലി ഓക്കെ. ഈവൻ ഡോമിനാർ പോലും 2000 വരുന്നുണ്ട്. സോ അത്ര ഒരു എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂം കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് റീസണബിൾ പ്രൈസ് ഞാൻ പറയുള്ളൂ. പിന്നെ ഒരു കൺസേൺ ആണ്, ഈവൻ ദോ പവർ കുറച്ചിട്ട് മൈലേജ് കൂടിയോ എന്ന്. മൈലേജിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, കാരണം പവർ കുറവുണ്ട്. സോ എൻജിൻ ഒരുപാട് സ്ട്രെസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ എൻജിൻ അത്രയും ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ലെവൽസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ മൈലേജ് ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു 30-35 ഇടയിലൊക്കെ കിട്ടണം. എന്നെപ്പോലെ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ കിട്ടില്ല, കാരണം ഞാൻ അത്യാവശ്യം ഈ സ്ട്രെല്ലിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ ടോപ്പ് ഓഫ് ദ ലൈൻ ഓടിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് വലിപ്പിച്ചോടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നല്ലൊരു മൈലേജൊക്കെ കിട്ടും. നല്ല കൺസർവേറ്റീവായിട്ട് ഓടിക്കുന്നതാണെങ്കിൽ ഒരു 35 ഒക്കെ ഈസിലി അച്ചീവ് ചെയ്യുന്നുള്ളൂ. ഇത് ടൂർ ചെയ്യാൻ കൊള്ളുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ്, എന്തുകൊണ്ട് ടൂർ ചെയ്തുകൂടാ. കാരണം ഞാൻ പറഞ്ഞു വളരെ ലോ ഇൻ ടോർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗിയറിൽ തന്നെ അത്യാവശ്യം ക്രൂസ് ചെയ്തൊക്കെ പോകാൻ പറ്റും. എന്നാലും നിങ്ങളൊരു ഹാർലി X440 ആ ലെവലിലേക്കൊന്നും പ്രതീക്ഷിക്കില്ല കേട്ടോ. ഞാൻ ഒരു ഗിയറിൽ ക്രൂസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റിലേറ്റീവ്ലി ഉള്ള കാര്യമാണ് പറഞ്ഞത്. പൂച്ചയാണത്, അല്ല പട്ടി. നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ആകെ വരുത്തേണ്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് ഒന്ന് മാറ്റുക. ഒരു സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്കിംഗ് കുറച്ചും കൂടി അടിപൊളിയാവും. ഒരു വ്യൂ ഒക്കെ നോക്കിയേ, എന്താ രസം. പിന്നെ വണ്ടിയുടെ RPM മീറ്റർ വീടാണ്. RPM മീറ്റർ വരുന്നത് ഇവിടെയാണ്. സ്പീഡോ ഉണ്ടോ ഇവിടെ കാണിക്കുന്നത്. ഒന്ന് യൂസ് ടു ആവാൻ ടൈം എടുക്കും ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്, കാരണം നമുക്കിങ്ങനെ ശീലമില്ലല്ലോ. പിന്നെ എന്നാ പറയുക, ബേസിക് ഇൻഫോ ഒക്കെ ഉണ്ട്, ഓഡോ, സ്പീഡോ, ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ടൈം കിട്ടും കേട്ടോ. നമ്മുടെ പ്രീവിയസ്ലി ട്രയംഫിന് വന്നിരുന്ന ആ ഒരു ഹെഡ് ലൈറ്റിൻ്റെ ഇതൊക്കെ മാറിയിട്ട് ഇപ്പോൾ സ്റ്റീലായിട്ടുണ്ട്. പ്രീവിയസ്ലി ഐ തിങ്ക് ഇതുണ്ടോ ഇതുപോലെയായിരുന്നു, അത് മാറിയിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഓക്കെ.